Good afternoon. Good afternoon. ഇന്ന് ഞാനാണ്ട് ജോബ് സാറിന് പകരം ക്ലാസ്സില് നമ്മുടെ പോർഷൻസ് കുറച്ച് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ എക്സാമിന് മുമ്പായിട്ട് കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് അറേഞ്ച്മെന്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഹോസ്പിറ്റൽ വാർഡ്സ് ആണ്. വാർഡ് എന്ന് പറയുന്നത് ഒരു റൂമാണ്. സാധാരണ ഹോസ്പിറ്റൽസിൽ ബെഡ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ്, സിമിലർ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന പേഷ്യൻസിന് ഒരുമിച്ച് എന്ത് ചെയ്യുന്ന പാർപ്പിക്കുന്ന ഒരു സ്ഥലത്തിനാണ് സാധാരണയായിട്ട് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത്. ഈ വാർഡിൽ പേഷ്യൻസ് ചിലപ്പോൾ ഷോർട്ട് ടൈം ആയിരിക്കും, ലോങ് ടൈം ആയിരിക്കും. അവരുടെ ആ ഒരു തീവ്രത, അസുഖത്തിന്റെ അല്ലെങ്കിൽ കണ്ടീഷന്റെ തീവ്രത നോക്കിയിട്ടാണ് പേഷ്യൻസ് എത്ര നാള് താമസിക്കണം ഹോസ്പിറ്റൽ വാർഡ്സിൽ നിന്ന് അവർ തീരുമാനിക്കുന്നത്. ഇനി നമ്മള് ടൈപ്സ് ഓഫ് വാർഡ്, സ്പെഷ്യലൈസ്ഡ് വാർഡ് വരെയും വാർഡ് വിത്ത് എക്സാമ്പിൾസ് വരെയും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അത്രയും വരെ എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോർഷൻസ് എടുക്കാമല്ലോ. ഓക്കെ, മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്സ്. ഇനി വാർഡിലെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ്, ഘടകങ്ങളാണ് അതിൽ പറയാൻ പോണത്. ക്ലിനിക്കൽ ഏരിയ ഉണ്ടാവും. അപ്പൊ ക്ലിനിക്കൽ ഏരിയയിലെ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. സാധാരണ ഒരു റൂം അല്ലെങ്കിൽ ഒരു വാർഡാണെങ്കിൽ അതിൽ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എന്തുണ്ടാവും? റൂം ഉണ്ടാവും. നേഴ്സിംഗ് ഏരിയ ഉണ്ടാവും. നേഴ്സുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നേഴ്സിന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. നേഴ്സിംഗ് കൗണ്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, നേഴ്സ് സാധാരണയായിട്ട് നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേഴ്സിംഗ് കൗണ്ടറിൽ ചെന്നിട്ടാണ് നമ്മൾ ആരെ കോൾ ചെയ്യുന്നത്? നേഴ്സിനെ കോൾ ചെയ്യുന്നത്. ഇതാണ് ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുന്നത്. ഓക്സിലറി ഏരിയ എന്ന് പറയുമ്പോൾ നേഴ്സിന് റൂം, നേഴ്സ് ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ള നേഴ്സ് ആണെങ്കിൽ ആ ഓക്സിലറി ഏരിയ നേഴ്സിന്റെ റൂമിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? റെസ്റ്റ് എടുക്കുന്നത്. സോ പിന്നെ ഡോക്ടേഴ്സ് റൂം, ഡോക്ടർ വിസിറ്റിനൊക്കെ വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് മെഡിക്കൽ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആക്കുന്ന ആ ഒരു സ്ഥലം. ഓക്കെ, ഇനി ആൻസിലറി ഏരിയ ആണ് പാൻട്രി, ഡ്രൈ റൂം, ട്രോളി ബേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് വാർഡില് ഉള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവര് ഭക്ഷണം കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഏരിയ, പാത്രം വൃത്തിയാക്കുന്നത്. പിന്നെ ട്രോളി ബേ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ വാഷ്റൂം, അതേപോലെ തന്നെ പിന്നെ നമുക്ക് കലവറ, പ്ലേറ്റും ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ ആണ് ട്രോളി ബേ എന്ന് പറയുന്നത്. ഇനി സാനിറ്ററി ഏരിയ ആണ് ടോയ്ലറ്റ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റീസ്. ടോയ്ലറ്റ് നമുക്കറിയാം, നമുക്ക് ടോയ്ലറ്റും ബാത്റൂമും ടോയ്ലറ്റും. ഡർട്ടി യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മളെ അഴുക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, ഇപ്പൊ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യുന്ന ആ ഒരു ഇടത്തിനെയാണ് ഡർട്ടി യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്നത്. ചിലപ്പോ വാർഡിന്റെ അകത്ത് തന്നെ ഇപ്പൊ ടോയ്ലറ്റിന്റെ ഒക്കെ ഏരിയ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ ഡർട്ടി യൂട്ടിലിറ്റീസ്, ചിലപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കും. ഇനി ആൻസിലറി ഏരിയയില് പാൻട്രി നമ്മൾ പറഞ്ഞു, പാത്രമൊക്കെ വൃത്തിയാക്കുന്ന ഏരിയ, കഴുകുന്ന ഏരിയ ആണ്. ഡ്രൈ റൂം എന്ന് പറയുന്നത് ഡ്രൈ റൂം സ്പേസ് ഫോർ ദ പേഷ്യന്റ് ടു സിറ്റ് ആൻഡ് റിലാക്സ് ഡ്യൂറിങ് ദ ഡേ. നമുക്ക് ഡെയിലി ആ ഒരു ഏരിയയിൽ വന്ന് ഒരുമിച്ചിരുന്ന്, ചിലപ്പോൾ 2 ബെഞ്ചായിരിക്കും ഇട്ടിരിക്കുന്നത്, ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഡേ റൂം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിനിക്കൽ ഏരിയ നമ്മൾ പറയുന്നത് പേഷ്യൻസിന് വേണ്ടിയിട്ടൊരു ഏരിയ, പേഷ്യൻസിന് നമ്മുടെ ആ ഒരു നഴ്സിംഗ് ഏരിയയിൽ വന്ന് ഇരിക്കാനുള്ളൊരു സ്പേസ്, നഴ്സിന് പരിശോധിക്കാനോ BP ചെക്ക് ചെയ്യാനോ അങ്ങനത്തെ ഒരു ഏരിയ. നേഴ്സിംഗ് ഏരിയ ഇവരുടെ മെഡിസിൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ. നേഴ്സിംഗ് കൗണ്ടർ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ മെഡിസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മെഡിസിൻസ് വാങ്ങിക്കാനോ നമ്മൾ ചെയ്യുന്നത് നേഴ്സിംഗ് കൗണ്ടറിലേക്കാണ്. ഓക്സിലറി ഏരിയ എന്ന് പറയുമ്പോൾ നേഴ്സിംഗ് റൂം, ഡോക്ടേഴ്സ് റൂമാണ് ഇതിന് ഓക്സിലറി ആയിട്ട് വരുന്നത്. ആൻസിലറി ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പാത്രം കഴുകുന്ന സ്ഥലം, അതേപോലെ പേഷ്യൻസിന് കുറച്ചു നേരം ഡേ ടൈമിൽ കുറച്ചു നേരം വന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം, അതേപോലെ ട്രോളി ബേ എന്ന് പറയുന്ന കലവറ, കുറച്ച് പ്ലേറ്റുകൾ കാര്യങ്ങൾ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ചിലപ്പോൾ ഈവനിങ് ചിലപ്പോൾ അവര് എന്ത് ചെയ്യുന്നുണ്ടാവും, ടീ ടൈം ഉണ്ടാവും, ചായ ഒക്കെ തിളപ്പിക്കാനോ ചായ ഒക്കെ കൊടുക്കും, വാട്ടറുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഒരു ചെറിയൊരു ഏരിയ. പിന്നെ സാനിറ്ററി ഏരിയ ആണ് ടോയ്ലറ്റ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റീസ്. ടോയ്ലറ്റ്സ് ഉണ്ടാവും, അതേപോലെ അഴുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയുന്ന ആ ഒരു ഏരിയ. ഇത്രയുമാണ് ഒരു വാർഡിന്റെ അകത്തുള്ള മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി താഴെ പറയുന്നത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഗുഡ് വാർഡ് മാനേജ്മെന്റിന് ഇൻവോൾവ് ആയിട്ടുള്ളത്. നമ്മൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മൾ വാർഡ് മാനേജ്മെന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. എന്തെല്ലാം ഘടകങ്ങളാണ്. ഫോളോ ദ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾ. നമ്മൾ വാർഡിൽ പറഞ്ഞിട്ടുള്ള പോളിസീസ് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യണം. നോളജ് ഓഫ് ദ ഓൾ ഡ്യൂട്ടി ഈസ് ടു ബി പെർഫോംഡ് ഇൻ വാർഡ്. നമ്മൾ വാർഡിൽ വെച്ച് ചെയ്യേണ്ട എല്ലാ ഡ്യൂട്ടീസും നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഡ്യൂട്ടീസിനെ കുറിച്ചും അറിവ് വേണം. എ പ്ലാൻഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേ വർക്ക്. ഓരോ ദിവസത്തെയും വർക്ക് എന്താണ് അതിനൊരു പ്ലാൻഡ് പ്രോഗ്രാം ആയിരിക്കണം. ഇന്ന ടൈമിൽ മെഡിസിൻസ് എല്ലാ പേഷ്യൻസിനും കൊടുക്കണം, ഇന്ന ടൈമിൽ നമ്മൾ അവരുടെയൊക്കെ BP ചെക്ക് ചെയ്യണം, ഇന്ന ടൈമിൽ ഇന്നത് എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് പ്ലാൻഡ് ആയിരിക്കണം. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. നമ്മൾ എല്ലാതും കൃത്യസമയത്ത് വേണം ദിവസം ആരംഭിക്കാൻ. 6 o'clock or 7 o'clock നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പ്രിവെന്റിങ് ഇന്റർപ്രിറ്റേഷൻ. നമ്മൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാം. എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻ. എന്നിട്ട് നമ്മുടെ വാർഡില് റുട്ടീൻ ദിനചര്യ എന്ത് ചെയ്യാം, എക്സ്റ്റാബ്ലിഷ് ചെയ്യാം. ഒന്ന് പേജ് നമ്പർ പറഞ്ഞു കൊടുക്കോ. നമ്മള് വാർഡില് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ റുട്ടീൻസ് ഫോളോ ചെയ്യാം. ഓറിയന്റേഷൻ ഓഫ് ദ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വാർഡിലേക്ക് പുതിയ സ്റ്റാഫ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക. മൊഡ്യൂൾ 1 ആണ് കേട്ടോ മോനെ. മൊഡ്യൂൾ 1 ചാപ്റ്റർ 10 ആണ്. അപ്പോ എന്താണ് ഓറിയന്റേഷൻ പ്രോഗ്രാംസ് കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് ഡെവലപ്മെന്റ് ഒക്കെ വേണ്ടി പുതിയ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. മെയിൻ്റെനൻസ് ഓഫ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. നമ്മുടെ ഈ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? വാർഡ് മാനേജ്മെന്റിനാണുള്ളത്. പ്രൊവിഷൻസ് ഓഫ് സപ്ലൈ ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ എഫിഷ്യന്റ് വർക്ക്. നമ്മളുടെ വാർഡിലേക്ക് സപ്ലൈസും അതേപോലെ പ്രോപ്പർ ആയിട്ട് എക്യുപ്മെന്റ്സും എന്ത് വേണം, സപ്ലൈ ചെയ്യണം. ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് നേഴ്സ് ഓർഡേഴ്സ്. അതേപോലെ നമ്മുടെ ഡോക്ടേഴ്സിന്റെയും നേഴ്സിന്റെയും ഓർഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരവുകൾ നമ്മൾ ശരിക്കും അത് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ആക്യുറേറ്റ് റെക്കോർഡ് ഓഫ് ഫുൾ റിപ്പോർട്ട്സ്. നമ്മളുടെ റിപ്പോർട്ടുകൾ ആക്യുറേറ്റ് ആയിരിക്കണം. നമ്മുടെ റെക്കോർഡും റിപ്പോർട്ട്സ് ഒക്കെ ഫുൾ റിപ്പോർട്ടും കൃത്യമായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. മെയിൻറ്റെയിനിങ് ഓഫ് ഹൈ മോറൽ എമംഗ് ഓൾ ദ സ്റ്റാഫ് മെമ്പേഴ്സ്. നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സ് തമ്മിൽ നല്ല മോറൽ ഉണ്ടാവണം. നല്ല ഉത്തരവാദിത്വത്തോടു കൂടി മനോവീര്യത്തോടു കൂടി ആയിരിക്കണം ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പെർഫോം ചെയ്യാനായിട്ട്. എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റഡ്. നമ്മൾ വാർഡിലെ എൻവയോൺമെന്റ് ആയിട്ട് നല്ല രീതിയിൽ വേണം, നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. നല്ല വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ തമ്മിൽ നല്ല അസോസിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, വർക്കുകളൊക്കെ ചെയ്യാനായിട്ട്. ഡെലിഗേഷൻ ഓഫ് ദ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ഇന്നാള് ഇന്ന കാര്യം ചെയ്യട്ടെ, ഓരോരുത്തരും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ഡെലിഗേറ്റ് ചെയ്യാം. വെൽ പ്ലാൻഡ് അസൈൻമെന്റ്സ്. നമ്മൾ തന്നിരിക്കുന്ന അസൈൻമെന്റ്സുകൾ ഉണ്ടാവും, നമുക്ക് ചെയ്ത് തീർക്കേണ്ട വർക്കുകൾ അസൈൻമെന്റ്സ്. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആസൂത്രണം ചെയ്ത് നമ്മളത് നടപ്പിലാക്കണം. വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽസ്. ഓരോ വ്യക്തിയും എന്തെല്ലാം കാര്യങ്ങളാണ് എത്ര സമയത്താണ് ചെയ്യേണ്ടത്, അവർക്കൊരു ടൈം ഉണ്ട്. നമ്മൾ വാർഡിലേക്ക് ഷിഫ്റ്റ് ഒക്കെയാണ്, ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഡേ ഷിഫ്റ്റ് ഒക്കെ കറക്റ്റ് ടൈമിൽ അറേഞ്ച് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പോകേണ്ട സ്റ്റാഫിന് പോകാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അത് അറേഞ്ച് ചെയ്യണം. വെൽ അറേഞ്ച് ടൈം ഫോർ പേഴ്സണൽസ്. ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും വേണം. അവരെല്ലാം ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് വാർഡ് മാനേജ്മെന്റ് എന്ത് ചെയ്യണം, സൂപ്പർവൈസ് കൂടി ചെയ്യണം. അപ്പോ നമ്മൾ പറഞ്ഞത് വാർഡ് മാനേജ്മെന്റിന്റെ ഫാക്ടേഴ്സ് ആണ്. ആ ഒരു പോളിസീസും പ്രോട്ടോകോളും ഫോളോ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ കുറിച്ച് മുൻധാരണ വേണം. പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് കറക്റ്റ് ആയിട്ട് ഡെയിലി നമ്മൾ നടപ്പിലാക്കണം. അതേപോലെ തന്നെ എപ്പോഴാണ് ഫസ്റ്റ് ബിഗിനിങ് ഓഫ് ദ ഡേ എന്ന് വെച്ചാല് വാർഡിൽ എപ്പോഴാണ് നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, മെഡിസിൻസ് ഒക്കെ കൊടുക്കണം, അതൊക്കെ എപ്പോഴാണെന്നുള്ളത് തീരുമാനിക്കണം. പ്രിവെന്റിങ് ഇന്റർപ്രിറ്റേഷൻ. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രിവെന്റ് ചെയ്യാം. വാർഡ് റൂട്ടീൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഒരു ഡെമോക്രാറ്റിക് മെത്തേഡിൽ വേണം നമ്മുടെ വാർഡ് പോളിസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. നമ്മൾ പുതിയൊരു സ്റ്റാഫിന് ഓറിയന്റേഷൻ പ്രോഗ്രാം ട്രെയിനിങ് പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ വാർഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്
മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വാർഡിലേക്ക് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ്, നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യണം. അതേപോലെ ഡോക്ടേഴ്സും നേഴ്സും കൊടുക്കുന്ന ഓർഡേഴ്സ് പ്രോപ്പർ ആയിട്ട് അത് ഫോളോ ചെയ്യണം. അതേപോലെ ആക്യുറേറ്റ് റെക്കോർഡ് ഓഫ് ഫുൾ റിപ്പോർട്ട്, നമ്മള് റെക്കോർഡൊക്കെ ഫുൾ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. പിന്നെ പറയുന്നത് നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സ് നല്ല മോറലുള്ള നല്ല മനോവീര്യമുള്ള, നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ഏത് സാഹചര്യവും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റാഫ് മെമ്പേഴ്സ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ വാർഡ് ആൻഡ് വിത്ത് അസോസിയേറ്റ്, നമ്മൾ വാർഡിലുള്ള മെമ്പേഴ്സുകൾ തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കണം മറ്റ് അസോസിയേറ്റ് ആയിട്ടും. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റി അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന വർക്ക് നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുക. നമ്മുടെ ടൈമുകൾ ഓരോ വ്യക്തിയുടെയും ടൈമുകൾ അറേഞ്ച് ചെയ്യുക. വെൽ അറേഞ്ച് ടൈം ഫോർ പേഴ്സണൽസ്. ഇപ്പം മെഡിസിൻ കഴിക്കേണ്ട ടൈം ആണെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടീച്ച് ചെയ്യിക്കുക, സൂപ്പർവൈസ് ചെയ്യുക. ഇത്രയുമാണ് വാർഡ് മാനേജ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോ മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്, ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ വാർഡ് മാനേജ്മെന്റ്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ കഴിഞ്ഞു കഴിഞ്ഞാൽ. പേസ്ട്രി അത് എത്രാമത്തെ പോയിന്റ് ആടാ? പേസ്ട്രി അവിടെയാണ്. ആൻസിലറി ഏരിയ ആണോ? പാൻട്രി അത് വെച്ചാല് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ഏരിയനെയാണ് പറയുന്നത്. ആൻസിലറി ഏരിയ അല്ലേ? അത് നമ്മൾ പാത്രമൊക്കെ കഴുകില്ലേ, നമ്മള് ഫുഡൊക്കെ കൊണ്ടുവന്ന പാത്രങ്ങൾ ഉണ്ടാവില്ലേ വാട്ടിലേക്ക്, അപ്പൊ ആ പാത്രങ്ങളൊക്കെ കഴുകുന്ന ആ ഒരു പ്ലേസ് ആണ്. ഓക്സിലറി ആൻസിലറി എടാ ഓക്സിലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്പിംഗ് ഏരിയ ആണ്. മെയിൻ ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് ഓക്സിലറി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാഫ് റൂം, നേഴ്സുകൾക്ക് റൂം ഉണ്ടാവും, അതേപോലെ ഡോക്ടേഴ്സ് റൂം ഉണ്ടാവും. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സഹായം ആവശ്യം വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേഴ്സിന്റെ നേഴ്സിംഗ് റൂമിൽ ചെന്ന് അവരെ വിളിക്കാനും അവർ ആ സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഹെൽപ്പിന് വേണ്ടി അവർ എപ്പോഴായാലും അവിടെ ഉണ്ടാവും. ചിലപ്പോൾ നേഴ്സിംഗ് ബെല്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രസ് ചെയ്യണത്, അപ്പൊ തന്നെ അവര് നമ്മുടെ അടുത്തേക്ക് വരും.
ഓക്കെ, എല്ലാരും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. ഡെലിഗേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അധികാരങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക ഓരോരുത്തർക്കും അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആണല്ലോ പറയുന്നത്. അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത്. അത് നമ്മളത് ഓരോരുത്തരെയും അസൈൻ ചെയ്ത് കൊടുക്കുക. ഡെലിഗേറ്റ് മീൻസ് അസൈൻ, ഉത്തരവാദിത്തം അത് ഏൽപ്പിച്ചു കൊടുക്കുക, ഡെലിഗേറ്റ് ചെയ്യുക. ഓക്കെ. ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി. എന്തെല്ലാമാണ് വാർഡ് ക്ലർക്കിന്റെയും ഓർ വാർഡ് സെക്രട്ടറിയുടെയും ഡ്യൂട്ടീസ് എന്നാണ് പറയുന്നത്. കമ്പയറിംഗ് ആൻഡ് റെക്കോർഡിംഗ് മെഡിക്കൽ ചാർട്ട് റിപ്പോർട്ട് ആൻഡ് കറസ്പോണ്ടൻസ്. അത് വെച്ചാല് നിർബന്ധമായിട്ടും നമ്മള് മെഡിക്കൽ ചാർട്ട്, അതേപോലെ റിപ്പോർട്ടുകള്, മറ്റ് കത്തിടപാടുകൾ ഉണ്ടാവും, വല്ല റെഫറൽ ലെറ്ററോ, അതെല്ലാനും നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? വാർഡ് ക്ലർക്കിന്റെ ഉത്തരവാദിത്തമാണ്. കസ്റ്റമേഴ്സ് needs assignments, meeting quality standard for their service and evaluation of the customer satisfaction. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ പേഷ്യൻസ് ആണ്. പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അസസ് ചെയ്യുക, മനസ്സിലാക്കുക. അവർക്ക് നല്ല ക്വാളിറ്റി സർവീസ് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ ഇവാലുവേറ്റ് ചെയ്യാം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ കൊടുത്ത സർവീസ് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? വാർഡ് ക്ലർക്കിനാണ്. അഡ്മിനിസ്റ്റർ ദ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് മാനേജ് ദ ഫ്ലോ ഓഫ് ട്രാഫിക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഓരോ കാര്യങ്ങളുടെയും ഒഴുക്ക് നല്ല രീതിയിലാക്കണം. ഇനി ട്രാഫിക് എന്ന് പറയുന്നത് മറ്റ് നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു effective communication channel അല്ലെങ്കിൽ നെറ്റ്വർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. Provide assistance to all needs and ensure appropriate. Sorry. Provide support to healthcare staff and ensure appropriate maintenance of the patient care unit. മിസ്സായിപ്പോയതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിന് വേണ്ട സപ്പോർട്ട് വാർഡ് ക്ലർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെയിൻ്റെനൻസോ അങ്ങനെ റിപ്പയർസ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ട്, പേഷ്യന്റ് കെയർ യൂണിറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ അത് എൻഷുർ ചെയ്യണം. എന്തെങ്കിലും റിപ്പയർസോ മെയിൻ്റെനൻസോ, നമുക്ക് എന്തെങ്കിലും പ്ലഗ്, ഇപ്പം ഒരു എക്സാമ്പിൾ ആണ്, നമുക്കൊരു പ്ലഗ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്കൊരു പ്ലഗ് കംപ്ലൈന്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? വാർഡ് ക്ലർക്കിനാണ്. അഡ്മിനിസ്ട്രേറ്റ് എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ത് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു ഓൾ നേഴ്സ് ആൻഡ് എൻഷുർ അപ്രോപ്രിയേറ്റ് ക്ലീനസ് ഓഫ് ഓൾ യൂണിറ്റ്. നമുക്ക് നേഴ്സിന് ആവശ്യമുള്ള എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഓരോ യൂണിറ്റും എങ്ങനെയായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്, അപ്രോപ്രിയേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം. അതേപോലെ നല്ല രീതിയിൽ വൃത്തിയിൽ സൂക്ഷിക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണ്. Maintain and update patient database on computer and notify nursing staff on all diagnosis. നമ്മൾ പേഷ്യൻസിന്റെ ഡാറ്റാബേസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, റെക്കോർഡൊക്കെ പഠിക്കും, മെഡിക്കൽ റെക്കോർഡൊക്കെ പഠിക്കും. അപ്പൊ ഈ മെഡിക്കൽ റെക്കോർഡൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഈ പറഞ്ഞ വാർഡ് ക്ലർക്കിനാണ്. അത് അപ്ഡേറ്റ് ആണോ, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിലേക്കാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡൊക്കെ ആഡ് ചെയ്യണത്. അത് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ, എല്ലാ ഡയഗ്നോസിസും ഇതിനോടൊപ്പം അറ്റാച്ച് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആര് പരിശോധിക്കും? വാർഡ് ക്ലർക്ക് പരിശോധിക്കും. Coordinate with the various department and ensure proper service and supply of the unit. നമ്മൾ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മൾ ഏകോപനത്തോടു കൂടി നമ്മൾ വർക്ക് ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് നല്ല പ്രോപ്പർ സർവീസും സപ്ലൈസും നമുക്ക് മറ്റു യൂണിറ്റ്സിൽ നിന്ന് സപ്ലൈസും സർവീസും കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. Prepare and adequate patient chart with ancillary reports and forms from various departments. നമ്മൾ പേഷ്യന്റിന്റെ ചാർട്ട് അല്ലെങ്കിൽ പേഷ്യന്റ് റിപ്പോർട്ട് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. കാരണം മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് നമുക്ക് ഫയലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോംസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി എന്തിലേക്ക്, പേഷ്യന്റിന്റെ റെക്കോർഡിലേക്ക് ആഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം
ആർക്കാണ്? നമ്മുടെ ക്ലർക്കിന്, വാർഡ് ക്ലർക്കിനാണ്. പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് പറഞ്ഞു. മെയിൻറ്റെയിനിങ് ഡിസ്ചാർജ് സമ്മറി. നമ്മള് ഡിസ്ചാർജ് സമ്മറി മെയിൻറ്റെയിൻ ചെയ്യാം. സമ്മറി ഫോർ ഓൾ ദ പേഷ്യന്റ് ആൻഡ് കീപ് റെക്കോർഡ് ഓഫ് ദ പേഷ്യൻസ്. അപ്പൊ നമ്മൾ ഡിസ്ചാർജ് സമ്മറി മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവരുടെ പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡും ആ ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് സെൻഡ് ദ മെഡിക്കൽ റെക്കോർഡ്. ഇനി നമ്മൾ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി നമ്മുടെ ഹോസ്പിറ്റലിൽ വിട്ടുപോയി. സോ നമ്മുടെ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നമ്മൾ എവിടേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യണം? ആൻഡ് സെൻഡ് ദ മെഡിക്കൽ റെക്കോർഡ് ടു MRD. MRDയുടെ ഫുൾ ഫോം ആണ് നമ്മളുടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. എന്താണ് MRDയുടെ ഫുൾ ഫോം? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഒന്ന് എഴുതി വെച്ചേക്കിട്ട്, അതൊക്കെ പഠിക്കാനുള്ളതാണ്. നെക്സ്റ്റ് ടൈമിൽ നന്നായിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ ആണ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഈ ഡിസ്ചാർജ് ചെയ്ത പേഷ്യന്റിന്റെ ഫയല് അവിടേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം, സെൻഡ് ചെയ്യണം. അതിന് ഉത്തരവാദിത്തം ആർക്കാണ്? വാർഡ് ക്ലർക്കിനാണ്. Administrator medical record of all physician and medical staff and maintain record of attendance. നമ്മള് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ മെഡിക്കൽ റെക്കോർഡ്സ് എന്ത് ചെയ്യേണ്ടത്? ഫിസിഷ്യൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന മെഡിക്കൽ റെക്കോർഡ് ഒക്കെ കംപ്ലീറ്റ് ആണോ, അതേപോലെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് എന്ത് ചെയ്യണം? അഡ്മിനിസ്ട്രേറ്റും കൂടി ചെയ്യണം. മോണിറ്റർ ഓൾ എമർജൻസി കോൾ. അതേപോലെ എമർജൻസി കോളുകൾ, ഇനി എന്തെങ്കിലും എന്തെങ്കിലും പേഷ്യൻസ് വാർഡിൽ വെച്ച് എന്തെങ്കിലും എമർജൻസി ആയിട്ട് കോൾ വരുന്നുണ്ടോ, അത് എന്താണ്, ആ സിറ്റുവേഷൻ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അവർക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. മോണിറ്റർ all emergency call and evacuate facility when required. എന്താണ് അവർക്ക് വേണ്ട ഫെസിലിറ്റി എന്ന് കണ്ടെത്തിയും അത് ഇപ്പൊ എന്തെങ്കിലും ഫെസിലിറ്റീസ് കൊടുക്കുകയും ചെയ്യണം. അല്ലാത്തവ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ്, ECG, എക്കോ എക്സെട്ര ഇൻ മെഡിക്കൽ റെക്കോർഡ്. നമ്മൾ പേഷ്യന്റ് വിസിറ്റ് എത്ര പ്രാവശ്യം, ഡോക്ടർ എത്ര പ്രാവശ്യം പേഷ്യന്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും, പേഷ്യന്റ് നോട്ട്സ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ നോട്ട്സുകളൊക്കെ എന്തിലേക്ക് ആഡ് ചെയ്യണം? മെഡിക്കൽ റെക്കോർഡിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ ECG എടുത്തതിന്റെയും എക്കോ എടുത്തതിന്റെയും റിസൾട്ടുകൾ ഉണ്ടാവും. അതെല്ലാം ഈ മെഡിക്കൽ റെക്കോർഡിനോട് അറ്റാച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? വാർഡ് ക്ലർക്കിനാണ്. നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞ എന്താണ്? എന്തെങ്കിലും കംപ്ലൈനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ ചാർട്ട്, റിപ്പോർട്ട്സ്, കറസ്പോണ്ടൻസ് ഒക്കെ എന്ത് ചെയ്യുക? ശേഖരിച്ച് വെക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? വാർഡ് ക്ലർക്കിനാണ്. അതേപോലെ കസ്റ്റമേഴ്സ്, നമുക്ക് പേഷ്യൻസിന്റെ നീഡ് എന്താണ്, അവർക്ക് നല്ല ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം വാർഡ് ക്ലർക്കിനുണ്ട്. അതേപോലെ നമ്മൾ അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസ്, ഹെൽത്ത് കെയർ സ്റ്റാഫിന് വേണ്ട സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ വാർഡിൽ ആവശ്യമുള്ള അപ്രോപ്രിയേറ്റ് മെയിൻ്റെനൻസ് പ്രൊവൈഡ് ചെയ്യാം. നല്ല രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ നേഴ്സിന് ആവശ്യമുള്ള അസിസ്റ്റൻസ് കൊടുക്കാം. നമ്മളുടെ ഏരിയ നല്ല രീതിയിൽ ക്ലീൻ ആണോ എന്നൊന്ന് പരിശോധിക്കാം. പേഷ്യൻസിന്റെ ഡാറ്റാബേസ് കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടേ, എല്ലാം കംപ്ലീറ്റ് ആണെന്ന് നോട്ടിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? വാർഡ് ക്ലർക്കിനാണ്. പിന്നെ നമ്മുടെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വേണം വർക്ക് ചെയ്യാനായിട്ട്. പേഷ്യന്റ് ചാർട്ട്, അതേപോലെ ആൻസിലറി റിപ്പോർട്ടുകൾ, മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ പേഷ്യന്റ് റെക്കോർഡിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഇനി പേഷ്യന്റ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമ്മുടെ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്ത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ റെക്കോർഡ് ട്രാൻസ്ഫർ ചെയ്യാം. അഡ്മിനിസ്ട്രേറ്റ് മെഡിക്കൽ റെക്കോർഡ് ഫോർ ഓൾ ഫിസിഷ്യൻ. അതേപോലെ തന്നെ എല്ലാ ഫിസിഷ്യനും ഈ മെഡിക്കൽ റെക്കോർഡ് ഒക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ സ്റ്റാഫ് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്, അല്ല കംപ്ലീറ്റ് ആണ് എന്ന് മോണിറ്റർ ചെയ്യാം. പിന്നെ എമർജൻസി കോളോ അതേപോലെ തന്നെ എന്തെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും അല്ലാതെ എന്തെങ്കിലും ഒഴിവാക്കേണ്ട ഫെസിലിറ്റീസ് എന്തെങ്കിലും ഉണ്ട്, ഇവാക്യുവേറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കേണ്ടത് എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പെരുമാറാം. അതിനനുസരിച്ച് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ഇനി ഡോക്ടേഴ്സ് വിസിറ്റ്, ECG, എക്കോ ഒക്കെ മെഡിക്കൽ റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? വാർഡ് ക്ലർക്ക് ഓർ സെക്രട്ടറിക്കാണ്. ഓക്കെ, വായിച്ചു നോക്കട്ടോ.
എല്ലാരും വായിച്ചു നോക്കിയോ? ഓക്കെ, ഇനി ഇവാക്യുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നാണ്. ഇവാക്യുവേറ്റ് ചെയ്യുക, ഒഴിവാക്കുക, അല്ലെങ്കിൽ വേക്കന്റ് ആക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനിയിപ്പോ എന്തെങ്കിലും ഫെസിലിറ്റീസ് നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അവിടെ നിന്ന് റിമൂവ് ചെയ്യേ ഒഴിവാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത പോയിന്റ് ആണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് ഓർ ഫ്ലോർ മാനേജേഴ്സ് ഇൻ വാർഡ്? മേ ബി പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഫ്ലോർ മാനേജേഴ്സ് എന്നാ പറയുന്നത്. A patient care executive is a professional who is specialized in helping people who are recovering from the disease or disabilities. അവരുടെ അസുഖത്തിൽ നിന്ന് റിക്കവറി ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിസബിലിറ്റി വൈകല്യങ്ങളിൽ നിന്ന് റിക്കവറി ചെയ്യുന്ന, ഭേദമാകുന്ന പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാനാണ്, ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. He or she monitor the performance of the patient care. അവരെന്താ ചെയ്യണത്? പേഷ്യന്റ് കെയർ മോണിറ്റർ ചെയ്യും. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ നല്ല കെയർ ആണ് കൊടുക്കുന്നത്, അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് മോണിറ്റർ ചെയ്യും, നിരീക്ഷിക്കും. കമ്പയർ ഇറ്റ് ടു ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ്. അതേപോലെ തന്നെ കമ്പയർ ചെയ്യും. നമ്മുടെ ഗവൺമെന്റ് ഏജൻസി കുറച്ച് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന സ്റ്റാൻഡേർഡ്സ് രീതിയിലായിരിക്കണം നമ്മൾ പേഷ്യൻസിന് കെയർ കൊടുക്കേണ്ടതെന്ന്. അപ്പൊ അത് കെയർ കൊടുക്കുന്നത് അത് വെച്ച് കമ്പയർ ചെയ്യും, പ്രോപ്പർ ആയിട്ടാണോ പോണത്. ആൻഡ് മേക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇഫ് നെസസറി. ഇനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്തു കൊടുക്കും. എന്താണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസ് ആണ്. അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അവര് ഈ റിക്കവറി ആയി വരുന്ന പേഷ്യൻസിനെ, അസുഖം നിന്നോ ഡിസബിലിറ്റിയിൽ നിന്നോ റിക്കവറി ആയി വരുന്ന പേഷ്യൻസിന് ഹെൽപ്പാണ് അവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അവരവരുടെ വർക്കുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന പേഷ്യന്റ് കെയർ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യും. അതേപോലെ ഗവൺമെന്റ് ഏജൻസി സ്റ്റാൻഡേർഡ്സ് ഒക്കെ നല്ല രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കമ്പയർ ചെയ്യും. മറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡീവിയേഷൻസോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, അഡ്ജസ്റ്റ് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ പറയണേ. ടു എൻഷുർ പ്രോപ്പർ ഡിസിപ്ലിൻ ഇൻ സ്റ്റാഫ്, പ്രോപ്പർ ഡിസിപ്ലിൻ ഓഫ് ദ സ്റ്റാഫ് ഇൻ വാർഡ്സ് ആൻഡ് ഫ്ലോർ. അപ്പൊ നമ്മുടെ ഫ്ലോറിലെ അല്ലെങ്കിൽ വാർഡ്സിൽ നല്ല ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിനാണ്. ചെക്ക് നോയിസ് ലെവല്. ഒരുപാട് സംസാരിക്കാൻ പാടില്ല, ഒരുപാട് സൗണ്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഒരുപാട് സൗണ്ട് നമ്മൾ ഇപ്പൊ സ്പീക്കർ ഒന്നും വെച്ച് പാട്ടൊന്നും കേൾക്കാൻ പാടില്ല ഇവിടെ ഹോസ്പിറ്റലിൽ, കാരണം അതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പൊ അതെല്ലാം ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. എൻഷുർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്. നമ്മള് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യും. എൻഷുർ അബ്രപ്റ്റ് റെസ്പോൺസ് ടു നേഴ്സിംഗ് കോള്. പെട്ടെന്നുള്ള അബ്രപ്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള നേഴ്സിംഗ് കോളുകൾക്ക് എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്? നമുക്കറിയാം ഓരോ വാർഡിലും നേഴ്സിംഗ് ബെൽ ഉണ്ടാവും. അപ്പൊ നമ്മളെ നേഴ്സിംഗ് അവിടെ ഒരു ബെല്ല് ഉണ്ടാവും. അവിടെ ബെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ടൈമിൽ അവർ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. മോണിറ്ററിംഗ് സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിന്റെ അല്ലെങ്കിൽ വാർഡിലുള്ള സ്റ്റാഫുകളുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളത് മോണിറ്റർ ചെയ്ത് നിരീക്ഷിക്കും. അടുത്ത ഡ്യൂട്ടിയാണ് perform the duty relating to hospital information system. Hospital information system ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടീസ് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. മേക്ക് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻ റിസീവ്ഡ് ഇൻ ദി സിസ്റ്റം. നമുക്ക് ആശുപത്രിയിൽ പുതിയതായിട്ട് ആരെങ്കിലും അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. എൻഷുർ ദാറ്റ് ഡിസ്ചാർജ് ആർ കംപ്ലീറ്റ് ഓൺ ടൈം ഇൻ സിസ്റ്റം. അതേപോലെ ഡിസ്ചാർജ് ഇന്ന് എത്ര പേഷ്യന്റ് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, അതേപോലെ എത്ര പേരുടെ റെക്കോർഡ് കംപ്ലീറ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ, മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, ഡിസ്ചാർജ് സമ്മറി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരാണ്, പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് ആണ്. റിസോൾവ് ദ ഇഷ്യൂ റിലേറ്റഡ് ടു ബെഡ് മാനേജ്മെന്റ്. ഇപ്പൊ ബെഡിന്റെ ഒക്യുപ്പൻസി ഉണ്ടാവും, പേഷ്യൻസ് അഡ്മിറ്റ് ആവുമ്പോൾ ബെഡിന്റെ ഒക്യുപ്പൻസി, അതിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിനാണ്.
ഇനി എൻഷുർ പേഷ്യന്റ് കെയർ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പേഷ്യന്റ് കെയറിന് വേണ്ടിയിട്ട് എൻഷുർ ചെയ്യണം? അഡ്രസ് ദ പേഷ്യന്റ് പ്രോബ്ലം. അവരുടെ പ്രശ്നം എന്താണെന്നുള്ളത് പരിഹരിക്കും. പേഷ്യന്റിന്റെ പ്രോബ്ലം എന്താണ് അത് നമ്മൾ അവരെന്താ പറയണെന്ന് വെച്ചാൽ നമ്മൾ അത് കേട്ട് അതെന്താണെന്നുള്ളത് പരിഹരിക്കും. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇൻ കേസ് ഓഫ് എനി എൻക്വയറി. അതേപോലെ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യും. ചെക്കിംഗ് ദ കംപ്ലീറ്റ്നെസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫയൽ. നമ്മൾ പറഞ്ഞു നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഫയൽ കംപ്ലീറ്റ് ആണോ എന്ന് ആര് ചെക്ക് ചെയ്യും? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. നമ്മുടെ വാർഡിലെ യൂണിറ്റ് പെർഫോമൻസ് വളരെ ഒത്തൊരുമയോട് കൂടി കറക്റ്റ് ആയിട്ട് ഏകോപനത്തോടു കൂടിയാണ് എല്ലാവരും പെർഫോം ചെയ്തതെന്ന് ചെക്ക് ചെയ്യും. ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD. Who is HOD? ആരാണ് HOD? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. അപ്പോ നമുക്ക് ഫീഡ്ബാക്കുകൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് നമ്മുടെ HOD-നോടും അതേപോലെ ചെയർമാനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് HOD. അറിയാത്തവർ അത് എഴുതി വെക്കാട്ടോ. ഇൻ കംപ്ലൈൻസ് വിത്ത് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റ് ആൻഡ് സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസ്. എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ മെഡിക്കൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ടോ മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഇൻസിഡന്റിനെ കുറിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ആരോട്? ചെയർമാനോടും HOD-നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. Then supervise the duty of the ward secretary on respective floor. Ensure that the ward secretary are placing doctors visit beside the procedures like the echo, ECG, any. അപ്പോ എന്ത് ചെയ്യും? അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് കറക്റ്റ് ആയിട്ടാണോ വാർഡ് സെക്രട്ടറീസ് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നത്? ഫ്ലോറിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഡോക്ടേഴ്സിന്റെ വിസിറ്റിന്റെ സമയത്ത് നമ്മൾ എക്കോ അല്ലെങ്കിൽ ECG ഒക്കെ എടുക്കണം. അതൊക്കെ ഫോളോ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ളതും കൂടി അവരെന്ത് ചെയ്യും? ഉറപ്പുവരുത്തും. ചിലപ്പോ നമ്മൾ ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? BP ഒക്കെ ചെക്ക് ചെയ്യും. അതൊക്കെ കറക്റ്റ് ആണോ? അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എക്കോ എടുക്കുമ്പോഴോ ECG എടുക്കുമ്പോഴോ അതൊക്കെ കറക്റ്റ് ആണോ? ആ നടപടിക്രമങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടാണോ ചെയ്യുന്നതെന്ന് ആരൊന്ന് ഒബ്സർവ് ചെയ്യും? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് ഒരു മേൽനോട്ടം വയ്ക്കും, ഒന്ന് സൂപ്പർവൈസ് ചെയ്യും. കറക്റ്റ് ആയിട്ടാണ് ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. നമ്മുടെ പേഷ്യൻസിനെ കെയർ ചെയ്യാം. അവരെ റിക്കവറിയില്ല, അവർ അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്ന ഇതില് കെയർ ചെയ്യാനാണ് മെയിൻ ആയിട്ട് അവർ കെയർ ആണ് പ്രൊവൈഡ് ചെയ്യണേ. അതേപോലെ അവരുടെ പെർഫോമൻസ് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യാം. പേഷ്യൻസിന്റെ കെയർ എങ്ങനെയാണ് കൊടുക്കുന്നത് അതൊക്കെ മോണിറ്റർ ചെയ്യാം. ഗവൺമെന്റ് ഏജൻസി പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ എൻഷ്യർ പ്രോപ്പർ നമ്മളുടെ സ്റ്റാഫ് അല്ലെങ്കിൽ നമ്മുടെ വാർഡില് സ്റ്റാഫുകൾക്കിടയിലും നല്ല രീതിയിൽ ഡിസിപ്ലിൻ എൻഷ്യൂർ ചെയ്യാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ അഡ്മിഷൻ വരുമ്പോൾ അത് റിസീവ് ചെയ്യുക. അതേപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസ്ചാർജ് കംപ്ലീറ്റ് ആക്കണം. കറക്റ്റ് ടൈമിൽ തന്നെ ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യണം. ഇനി ബെഡ് മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ആണ് ഉള്ളത്. അതേപോലെ പേഷ്യൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പരിഹരിക്കേണ്ടതും അവർക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അതിനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതും അതേപോലെ മെഡിക്കൽ റെക്കോർഡ്സ് കംപ്ലീറ്റ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്സിനുണ്ട്. ഇനി വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. നമ്മുടെ വാർഡ് നല്ല ഒത്തൊരുമയോട് കൂടി കോർഡിനേറ്റ് ചെയ്താണ് പെർഫോം ചെയ്യുന്നതിനുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇനി എന്തെങ്കിലും ക്വാളിറ്റിയിലോ മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റിലോ എന്തെങ്കിലും ഇൻസിഡൻസിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ HOD-നോടും ചെയർമാനോടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി നമ്മളുടെ വാർഡ് സെക്രട്ടറി എന്ത് ചെയ്യണം? നമ്മളിവിടെ ഫ്ലോറിലുള്ള എല്ലാവരുടെയും ഡ്യൂട്ടീസ് ഒക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. അവരവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരവർ ചെയ്യുന്നുണ്ടോ? അതേപോലെ എൻഷുർ ദ വാർഡ് സെക്രട്ടറി ആർ പ്ലേസിംഗ് ദ ഡോക്ടേഴ്സ് വിസിറ്റ്. ഡോക്ടറുടെ വിസിറ്റിന്റെ സമയത്തൊക്കെ കറക്റ്റ് ആയിട്ട് ആ പറഞ്ഞിരിക്കുന്ന ഓർഡേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രൊസീജിയേഴ്സ് കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് കൂടി ഉറപ്പുവരുത്തണം. ഓക്കെ. The patient care executives or floor managers in ward എന്ന് വായിച്ചേ.
അഞ്ചാമത്തെ പോയിന്റ് അല്ലെ, ഫീഡ്ബാക്കിന്റെ കാര്യം അല്ലെ. ഓക്കെ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി കംപ്ലൈൻസോ മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പേഷ്യൻസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? HOD ചെയർമാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ഫിനിഷ് ചെയ്തെന്ന് വിചാരിക്കണം. ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ആവുകയാണ്. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. എന്താണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ? മേ ബി PRO എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ PRO റിലേറ്റിംഗ് ടു ഹോസ്പിറ്റൽ വാർഡ് ആണെങ്കിൽ മാത്രമാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ വന്നത് കേട്ടോ. വേറൊരു PRO കൂടി ഉണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ PRO റിലേറ്റിംഗ് ടു വാർഡ്, ഹോസ്പിറ്റൽ വാർഡ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് എന്ത് ചെയ്യാം? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. ചിലപ്പോ ഈ പ്രാവശ്യം ചോദിക്കണമെന്നില്ല, ലാസ്റ്റ് ഫൈനൽ എക്സാമിനൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോ പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് ആണ് പേഷ്യന്റും ഹെൽത്ത് പ്രൊവൈഡേഴ്സും തമ്മിൽ ഉള്ള റിലേഷൻ മാനേജ് ചെയ്യുന്നത്, നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. They work with doctors, nurses, hospitals, pharmaceutical companies, etc. അപ്പൊ ഇവര് ആരൊക്കെയായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, നേഴ്സ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, മെഡിസിൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനീസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ വേണം വർക്ക് ചെയ്യാൻ. ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ പാർട്ടീസ് ഇൻവോൾവ് ഇൻ പേഷ്യന്റ് കെയർ ആർ പ്ലീസ്ഡ് വിത്ത് ദെയർ എക്സ്പീരിയൻസ്. അവരവരുടെ രോഗികളെ പരിചരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നല്ല രീതിയിലാണ് നമ്മള് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തേണ്ട ആള് ആരാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് ജോബ് ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. എ പേഷ്യന്റ് റിലേഷൻ മാനേജർ typically have an expensive range of responsibility. സാധാരണഗതിയിൽ പേഷ്യന്റ് റിലേഷൻ മാനേജർക്ക് താഴെ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. വിച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. Ensure the patients are comfortable during their visit by greeting them warmly. നമ്മൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പേഷ്യൻസ് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാം. അതേപോലെ തന്നെ നമ്മള് ഡിസ്ചാർജ് ആയി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് കഴിഞ്ഞ് പോവാണെങ്കിൽ താങ്ക് യു പറയാം, ഹാവ് എ നൈസ് ഡേ പറയാം. അതൊക്കെ നല്ല രീതിയിൽ വിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പേഷ്യൻസിന് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. Make sure that the patients are aware of any changes in their treatment plans. അതേപോലെ തന്നെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മാറ്റത്തെ കുറിച്ച് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ ജോബാണ്. Or medical condition and informing them of any imminent appointments. എന്തെങ്കിലും പെട്ടെന്നുള്ള അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, അവരുടെ കണ്ടീഷൻ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചിലപ്പോൾ ഡോക്ടറിനെ കാണേണ്ടൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉടനെയുള്ള അപ്പോയിന്റ്മെന്റ്സ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് പേഷ്യന്റ് റിലേഷൻ ഓഫീസറാണ്. Arranging for transport to form appointments as needed. ഇനി നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോയിന്റ്മെന്റ്സ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും വേണമെന്നില്ല, ചിലപ്പോ നടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻസ് അറേഞ്ച് ചെയ്യാം. Provide emotional backup to the patient, including answering the patient questions and offering reassurance. നമ്മൾ അവർക്ക് നല്ലൊരു പേഷ്യന്റ് ഇമോഷണൽ ബാക്കപ്പ് കൊടുക്കുക. കാരണം ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത്, അപ്പൊ അത് ഡോക്ടർ പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ചിലപ്പോൾ അത് കുറച്ച് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ട ഇമോഷണൽ ബാക്കപ്പ് കൊടുക്കാം. അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഈ അസുഖം മാറൂല, അല്ലെങ്കിൽ അസുഖത്തിന് ചികിത്സയില്ല, എന്തൊക്കെ ചികിത്സ ചെയ്യേണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിന് വേണ്ട ആൻസേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓഫറിംഗ് റീഅഷ്യൂറൻസ്, നമ്മൾ ഉറപ്പായിട്ടും അവർക്ക് ധൈര്യം കൊടുക്കാം. അസുഖമൊക്കെ മാറും, ധൈര്യമായിട്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെന്റ് ഒക്കെ അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് നല്ല അഷ്യൂറൻസ് കൊടുക്കാം. Coordinating with the physician and healthcare professionals to make sure that all the needs are mentally support ചെയ്യാം, mentally support കൊടുക്കാം.
coordinating with the physician and other healthcare professionals to make sure that all needs are met during patient visit. നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഏകോപനത്തോട് കൊണ്ടുപോകണം. കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിസിറ്റിന് വേണ്ടി വന്നിട്ടുള്ള പേഷ്യൻസ് അവരുടെ വിസിറ്റ് ഫുൾഫിൽ ചെയ്ത് അവരുടെ ആവശ്യം എന്താണോ അത് ഫുൾഫിൽ ചെയ്തിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വിട്ടുപോകുന്നത്. അവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് സാറ്റിസ്ഫൈഡ് ആക്കാം. മെയിൻറ്റെയിനിങ് extract record of the patient meeting with the physician, nurse and other staff members. നമ്മുടെ ഫിസിഷ്യനെ കണ്ടതും നേഴ്സിനെ കണ്ടതും അതേപോലെ മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സിനെയൊക്കെ കണ്ട കാര്യങ്ങൾ ആ മീറ്റിംഗ്സ് ഒക്കെ നമ്മുടെ റെക്കോർഡിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. Setting patient complaints, concerns, questions about the treatment plan and diagnosis. അതേപോലെ തന്നെ പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടാവും, അത് സെറ്റിൽ ചെയ്യുക. അവരുടെ ആശങ്കകൾ ഉണ്ടാവും, കൺസേൺസ്, ആശങ്കകൾ. അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ അവരോട് നമ്മളോട് ചോദിക്കും, ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടും ട്രീറ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചിട്ടും അസുഖത്തെ കുറിച്ചൊക്കെ ചോദിക്കും. അതെല്ലാം പരിഹരിക്കുന്നത് സെറ്റിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കാണ്. Making the patient aware of the health service. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് സർവീസിനെ കുറിച്ചിട്ട് അവർക്ക് അത് അവെയർ ചെയ്ത് കൊടുക്കുക, അവരുടെ അറിവിലേക്ക് അത് പറഞ്ഞു കൊടുക്കുക. ഫെസിലിറ്റീസ് അവൈലബിൾ ഫോർ പേഷ്യൻസ് അറ്റ് ഹോസ്പിറ്റൽ. പേഷ്യൻസിന് ആവശ്യമുള്ള ഫെസിലിറ്റീസ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുക. ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് കൺവേ ദ കംപ്ലൈന്റ്സ്. ഇനി അവരെന്തെങ്കിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് നമ്മളത് കംപ്ലൈന്റ് വാങ്ങിച്ചു വെക്കുകയല്ല വേണ്ടത്, അതിനെ കുറിച്ച് പഠിക്കുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, കൺവേ അതെന്താന്നുള്ളത്, ആ കംപ്ലൈന്റ്സ് പ്രോബ്ലംസും എന്താന്നുള്ളത് കൺവേ ചെയ്യുക. ടു അപ്രോപ്രിയേറ്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്നിട്ട് നമ്മൾ അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഹെഡിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്നൊരു കംപ്ലൈന്റ് പേഷ്യന്റ് പറഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, അത് റിയൽ ആയിട്ടുള്ളതാണ്, അതിനുള്ള പരിഹാരം എടുക്കണം കേട്ടോ എന്ന് പറയാം. അസിസ്റ്റ് ഇൻ സെറ്റിംഗ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കണം. ആൻഡ് ആക്ട് ആസ് ആൻ ഇന്റർമീഡിയറി ബിറ്റ്വീൻ ദ പേഷ്യന്റ്, ഫാമിലി ആൻഡ് ദ സ്റ്റാഫ്. പേഷ്യൻസും ഫാമിലി അതേപോലെ സ്റ്റാഫും തമ്മിലുള്ള എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. അവരുടെ ഇടയിൽ ഒരു ഇന്റർമീഡിയറി ആയിട്ട് ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കണം. കളക്ട് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ പേഷ്യന്റ് ഫീഡ്ബാക്ക്. പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് ഡാറ്റാസ്, ഇൻഫർമേഷൻസ്, ഫീഡ്ബാക്ക് ഒക്കെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യാം. മേക്ക് റെക്കമെൻഡേഷൻ അപ്രോപ്രിയേറ്റ്ലി. ഇനി എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരുമല്ലോ, നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത സർവീസ് നിങ്ങൾക്ക് ഇഷ്ടമായോ, ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചപ്പോൾ മനസ്സിലായോ, നിങ്ങൾ എന്താ പറയുക, ക്ലിയർ ആണ്, ഓക്കെ ആണ് മിസ്സേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കും. അപ്പൊ അതിന് ഫീഡ്ബാക്ക് എടുക്കുക. ഇനി എന്തെങ്കിലും റെക്കമെൻഡേഷൻ അവര് എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും പറയാണ്ടെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എക്സ്പ്ലെയിൻ ദ പോളിസീസ്, procedures or service to unknown patient by using medical administrative knowledge. നമ്മൾ ഫോളോ ചെയ്ത് അൺനോൺ ആയിട്ടുള്ള പേഷ്യൻസ്, നമുക്ക് അറിയാത്ത പേഷ്യൻസ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിചയമില്ല, അവരുടെ മെഡിക്കൽ റെക്കോർഡ് ഒന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്ത പേഷ്യൻസ്, അപ്പൊ നമ്മുടെ മെഡിക്കൽ നോളജ് വെച്ചുകൊണ്ട് അവർക്ക് നമ്മുടെ പോളിസീസും പ്രൊസീജിയറിനെ കുറിച്ചും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെ കുറിച്ചിട്ടും എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. മോണിറ്ററിംഗ് ആൻഡ് അനലൈസിംഗ് ദ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മളെ പേഷ്യൻസിന്റെ റൈറ്റ്സും അത് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, അവരുടെ അവകാശങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് മോണിറ്റർ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, പരിശോധിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോ ലാസ്റ്റ് വായിച്ചത് പേഷ്യന്റ് റിലേഷൻ ഓഫീസറാണ്. ഇത് വലുതായിരുന്നു. നമ്മളുടെ പേഷ്യന്റിനെ ഫസ്റ്റ് തന്നെ എന്താക്കുക, ഗ്രീറ്റ് ചെയ്യണം, നല്ല ഫാമിലി ആയിട്ട് നമ്മളുടെ രീതിയിൽ ഗ്രീറ്റ് ചെയ്യാം. അപ്പൊ അവർക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരുടെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചിട്ടും ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും അവരോട് നേരത്തെ മുൻകൂട്ടി അറിയിക്കാം. ഇനി പേഷ്യൻസിന് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അപ്പോയിന്റ്മെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീൽ ചെയറോ ട്രോളിയോ അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യുക. ഇനി പേഷ്യൻസിന് ആവശ്യത്തിനുള്ള മെന്റൽ സപ്പോർട്ട്, ഇമോഷണൽ ബാക്കപ്പ് നമുക്ക് കൊടുക്കാം. ആ പേഷ്യൻസിന് ഒരുപാട് ക്വസ്റ്റ്യൻസും വെറീസും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് പരിഹരിക്കാം. കോർഡിനേറ്റിംഗ് വിത്ത് പേഷ്യൻസ് ആൻഡ് മറ്റ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, പേഷ്യൻസിന് നല്ല ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിൽ വിട്ട് അവരെ വിടാനായിട്ട്. പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ്, ഫിസിഷ്യനായിട്ട്
മീറ്റ് ചെയ്തു, നേഴ്സ് ആയിട്ട് മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്ത കാര്യങ്ങളും എല്ലാവരും നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ എന്ത് ചെയ്തിരിക്കണം, ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഇനി പേഷ്യൻസ് എന്തെങ്കിലും കംപ്ലൈൻസോ കൺസേൺസോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട്, ട്രീറ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് ചെക്ക് ചെയ്യുക. അതിന് നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പരിഹാരം കണ്ടെത്തുക, അല്ലെങ്കിൽ എന്താണ് അവരുടെ കംപ്ലൈൻസ് എന്നുള്ളത് പരിഹരിക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് സർവീസിനെ കുറിച്ചിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. ഇനി എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് പേഷ്യൻസും സ്റ്റാഫും തമ്മിൽ ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ട്, എന്തെങ്കിലും തർക്കങ്ങളോ കല്ലുപിടുത്തങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം. ഇനി നമ്മളുടെ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. അവരുടെ റെക്കമെൻഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അവർ റെക്കമെൻഡ് ചെയ്ത് എന്താണ് നമ്മൾ നടപ്പിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ നടപ്പിലാക്കുക. ഇനി നമ്മളുടെ പേഷ്യന്റ്, നമുക്ക് അറിയാത്ത പേഷ്യന്റ് ആണ്, നമ്മുടെ ഇവിടെ മുമ്പ് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ അൺനോൺ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് നമ്മുടെ മെഡിക്കൽ നോളജ് വെച്ചിട്ട് കാര്യങ്ങളും പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇനി പേഷ്യൻസിന്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റിയും മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. അവരുടെ എന്തൊക്കെയാണ് അവരുടെ റൈറ്റ്സ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് കൊടുക്കുക, പരിശോധിക്കാം. അവർ പ്രോപ്പർ ആയിട്ടാണ് അവരുടെ ഡ്യൂട്ടീസും റൈറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ വായിച്ചില്ലാവരും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ചാപ്റ്റർ വായിച്ചൊക്കെ, ചെറിയ ചാപ്റ്ററാണ്, സിമ്പിൾ ആണ്, നല്ല രീതിയിൽ വായിച്ചിട്ട് നോക്കാം കേട്ടോ.